വാട്ട് ഇഫ് സീസൺ 2 അവസാനത്തെ എപ്പിസോഡ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഒന്നും പറയാനില്ല, അത്രയും അടിപൊളിയായിരുന്നു എല്ലാ എപ്പിസോഡും. ലോക്കിക്ക് ശേഷം മികച്ച ഒരു മാർവൽ സീരീസ്, അതാണ് വാട്ട് ഇഫ്. ആകെ 9 എപ്പിസോഡുള്ള ഈ സീസണിലെ എല്ലാ എപ്പിസോഡും ഓരോ ദിവസം വെച്ചാണ് മാർവൽ റിലീസ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു മികച്ച തീരുമാനം തന്നെയായിരുന്നു. കാരണം എല്ലാ സീരീസുകളും ഇങ്ങനെ ആഴ്ചയോളം വെയിറ്റ് ചെയ്യേണ്ട ഒരു കണ്ടന്റ് ഇല്ലാത്ത ഒരുപാട് സീരീസുകളുണ്ട്. ഉദാഹരണത്തിന് ഷീയൽക്കൊക്കെ ആഴ്ചയിൽ ഒരു എപ്പിസോഡ് എന്ന രീതിയിലായിരുന്നു റിലീസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആഴ്ചകളോളം വെയിറ്റ് ചെയ്താൽ യാതൊരു തരത്തിലും എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു സീരീസ് ആയിരുന്നു അത്. നേരെ മറിച്ച് എല്ലാ എപ്പിസോഡും ഒരു ദിവസം റിലീസ് ചെയ്യുകയായിരുന്നെങ്കിൽ ആ സീരീസിൻ്റെ നെഗറ്റീവ് കുറച്ച് കുറയും. പക്ഷേ അങ്ങനെ പറയുമ്പോഴും മാർവലിലെ ഏറ്റവും മോശമായ സീരീസ് ഷീയൽക്കാണെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. മാർവൽ സിനിമകളുടെ ക്വാളിറ്റി ഒരു വശത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും മാർവൽ ഡിസ്നി പ്ലസ് വഴി വരുന്ന എല്ലാ കണ്ടൻറ്റുകളും ഇപ്പോൾ ക്വാളിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ലോക്കി സീസൺ 2 ശേഷമാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം കാണാൻ കഴിഞ്ഞത്. വാട്ട് ഇഫ് സീസൺ 2 എന്ന ഈ ഒരു സീസൺ വളരെ മികച്ചൊരു സീരീസ് തന്നെയാണ്. കൂടാതെ ഒരു മസ്റ്റ് വാച്ച് സീരീസ് കൂടിയാണ് എന്ന് പറയേണ്ടതുണ്ട്. പക്ഷേ ഫസ്റ്റ് 2-3 എപ്പിസോഡ് കണ്ടതിന് ശേഷം എനിക്ക് അത്ര ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം വളരെ സ്ലോ ആയിട്ടായിരുന്നു ആദ്യ കുറച്ച് എപ്പിസോഡിൻ്റെ കഥയുടെ ഒരു പോക്ക്. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ എപ്പിസോഡുകളും വളരെ വേഗത്തിലും ഒരിക്കലും ബോറടിപ്പിക്കാത്ത രീതിയിലും മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും പുതിയ എപ്പിസോഡിനായി കാത്തു നിൽക്കാനുള്ള ഒരു വകുപ്പ് ഈ സീരീസിലുണ്ട്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് പുതിയ 2 കഥാപാത്രങ്ങൾ കൂടി ഈ സീസൺ വഴി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവർ 2 പേരെയും ലൈവ് ആക്ഷനിൽ ഉടൻ തന്നെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വാട്ട് ഇഫിൻ്റെ സീസൺ 2 സീസൺ 1 മൊത്തത്തിലുള്ള ഒരു ആനിമേഷൻ സ്റ്റൈൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇരിക്കാനൊക്കെ വളരെയധികം രസം തോന്നിക്കുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ് ഈ സീരീസിനുള്ളത്. മാർവലിൽ ഇനിയും ഫ്യൂച്ചറിൽ ഒരുപാട് ആനിമേഷൻ സീരീസുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ആനിമേഷൻ സ്റ്റൈൽ ഇങ്ങനെ തന്നെ അതിഗംഭീരമായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി MCUവിൻ്റെ പുറത്തു വരാനിരിക്കുന്നത് എക്കോ എന്നൊരു സീരീസാണ്. ആ സീരീസിൻ്റെതായി പുറത്തു വന്നിട്ടുള്ള ട്രെയിലർ, ഒരുപാട് റൂമറുകൾ, ഇതൊക്കെ നോക്കുമ്പോൾ എക്കോ എന്ന ആ സീരീസും പൂർണ്ണമായും R-rated ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവൻ ഒരുപാട് കാലമായി കേൾക്കുന്ന പഴിയാണ് R-rated കണ്ടന്റ് ചെയ്യുന്നില്ല എന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് കഥകളൊക്കെ മാറാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഈ സീസണിലെ 5ാമത്തെ എപ്പിസോഡും പിന്നെ അവസാനത്തെ എപ്പിസോഡുമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കൂടാതെ വാട്ട് ഇഫ് സീസൺ 3 ഒരു പ്രോമോ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇതുവരെ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടില്ല. എങ്ങനെയോ ലീക്കായ ഒരു കോപ്പി ഇൻ്റർനെറ്റിൽ കറങ്ങി നടക്കുന്നുണ്ട്. എനിക്ക് അവസാനമായി മാർവലിനോടൊരു കാര്യമേ പറയാനുള്ളൂ. ഇതുപോലുള്ള പവർഫുള്ളും ക്വാളിറ്റിയുമുള്ള കണ്ടൻറ്റുകൾ നിങ്ങളുടെ സിനിമയിൽ കൂടി കൊണ്ടുവന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. കാരണം അവസാനം വന്ന സിനിമകളായ ദ മാർവൽസ്, തോർ 4 ഇതൊക്കെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ സിനിമകൾ തന്നെയായിരുന്നു. ആകെ നല്ലത് എന്ന് പറയാനുള്ളൊരു സിനിമയാണെങ്കിൽ അത് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി 3 ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രമാത്രം. വാട്ട് ഇഫ് സീസൺ 2 ഞാൻ നൽകുന്ന റേറ്റിംഗ് ആണ് 5-4 സ്റ്റാർസ്. നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ് വാട്ട് ഇഫ് സീസൺ 2. ഈ സീസണെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എൻ്റെ ഈ ചെറിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ഇൻ്റർനാഷണൽ സിനിമകളുടെ റിവ്യൂ നിങ്ങൾക്ക് മലയാളത്തിൽ ഈ ചാനലിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്. ഞാൻ നിങ്ങളുടെ സെല്ലുലോയിഡ് മാൻ.